ഹായ് ഹലോ നമസ്കാരം. TAK പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പുതിയ 8 വില്ലാസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. 8 ന്യൂ വില്ലാസാണ്. ഗേറ്റഡ് സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല വൈഡ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ്. എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി കിഴക്കമ്പലം മലയടംതുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പുക്കാട്ടുപടിയിൽ മലയടംതുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വൈഡ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ്, കിഴക്കമ്പലം പഞ്ചായത്താണ്. ആ റോഡ് ഫ്രണ്ടേജാണ് ഈ പ്രോപ്പർട്ടി. വളരെ മനോഹരമായിട്ടുള്ള ഒരു വില്ല പ്രൊജക്റ്റാണ്. മൊത്തം 8 വില്ലകളാണുള്ളത്. നിലവിൽ അതിൽ 4 വില്ലകൾ പോയിട്ടുണ്ട്. 4 വില്ലകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു കാമാൻ കൊയ്റ്റ് ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു വില്ല പ്രൊജക്റ്റാണിത്. 4 സെൻറ്റിൻ്റെ 1600 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമിൻ്റെ വില്ലാസ് ഉണ്ട്. അതേപോലെ 4.3 സെൻറ്റിൻ്റെ 1890 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമിൻ്റെയും 2 ടൈപ്പ് വില്ലകളാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത്. നിലവിൽ 4 വില്ലകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിയിലാണ്. ബാങ്ക് ലോൺ അവൈലബിൾ ആണ്. എല്ലാ പ്രോപ്പർട്ടിക്കും ബാങ്ക് ലോൺ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നല്ല വെൽ വാട്ടർ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. എല്ലാ ഇൻഡിവിജ്വൽ വീടിലും കിണർ വെള്ളം കിട്ടുന്നതാണ്. എല്ലാത്തിലും കിണർ വെള്ളം ഉണ്ട്. ഇൻഡിവിജ്വലായിട്ട് കിണർ വെള്ളം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ് പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാം നല്ലൊരു കാമാങ്കോട്ട് ഏരിയയിലെ പ്രോപ്പർട്ടി. അതേപോലെ ബസ് റൂട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 300 മീറ്റർ ദൂരമുള്ളൂ കേട്ടോ. മലയടംതുരുത്ത് ബസ് റൂട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ. ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക്, അതേപോലെ ലുലു മാള്, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിസ്റ്റൻസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ഏരിയയിൽ നിന്നും ആക്സസ് ഉള്ള ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. രണ്ട് കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വില്ലയിൽ എല്ലാത്തിലും അവൈലബിൾ ആണ് കേട്ടോ. ഒരെണ്ണം കാർ പോർച്ചിലേക്ക് ഇടാം, ഒരെണ്ണം സൈഡിലിടാവുന്ന രീതിയിൽ 2 കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെല്ലാം കടപ്പാക്കല്ല് വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അതേപോലെ സൈഡിനായാലും 2 ആൾ പാസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർട്ടി നമുക്ക് നേരെ സിറ്റ് ഔട്ട് നോക്കിയാൽ കാണാം. ഗ്രാനൈറ്റിൽ തീർത്ത സിറ്റ് ഔട്ടിൽ 1-2 ചെയർ ഇടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. വളരെ മനോഹരമായിട്ടുള്ള ലിവിങ് ഏരിയ LED ലൈറ്റുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു TV യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ഡൈനിങ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലൊക്കെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്റ്റെയറിൻ്റെ ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് കിച്ചൺ. എല്ലാ കബോർഡ്സും ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ തീർത്ത കബോർഡാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് കബോർഡ് വർക്കുകൾ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വർക്ക് ഏരിയ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം. നല്ല സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. 3 ബെഡ്റൂമിൻ്റെ വീട്ടിൽ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം. അതിലും സീലിംഗ് വർക്കുകൾ LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കബോർഡ്, മൾട്ടിവുഡിൽ തീർത്ത കബോർഡ് എല്ലാ ബെഡ്റൂമും ചെയ്തിട്ടുണ്ട് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സിൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി അപ്സ്റ്റെയർ വിശേഷങ്ങൾ നോക്കാം. സ്റ്റെയർ നേരെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിങ് ഏരിയ LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. 2 സൈഡിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം വിട്ടും വെളിച്ചം കയറാൻ വേണ്ടിയിട്ട്. അതേപോലെ നമുക്ക് വേണമെങ്കിൽ TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്നതാണ് അപ്സ്റ്റെയറിലെ ആദ്യത്തെ ബെഡ്റൂം. സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമാണ് അപ്സ്റ്റെയർ ഉള്ളത്. സീലിംഗ് വർക്കുകൾ വളരെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഫിറ്റിങ്സുകളും ബാത്റൂം ഫിറ്റിങ്സിലെല്ലാം ബ്രാൻഡഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം. അപ്സ്റ്റെയറിലെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമുകളിലും 2 സൈഡിലും വിൻഡോസ് വിട്ടോ വെളിച്ചം കയറാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ സീലിംഗ് വർക്കുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. കബോർഡും കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ തീർത്ത കബോർഡുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. എല്ലാ ബെഡ്റൂമുകളും പോലെ ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അത്യാവശ്യം ബ്രാൻഡഡ് ഫിറ്റിങ്സിലാണ് എല്ലാത്തിനും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണി നോക്കാം. അത്യാവശ്യം സ്പേസ്, ചെറിയൊരു ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത്. ബാൽക്കണിയിൽ നിന്നും നേരെ താഴെ
കാർപോർച്ചിന് മുകളിലായിട്ട് ഒരു ഏരിയ, ഗാർഡൻ വെക്കാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് നമുക്ക് ഒന്നുകൂടി നോക്കാം. 4 സെന്റിലും 4.3 സെന്റിലുള്ള 2 ടൈപ്പ് വില്ലാസാണ് ഉള്ളത്. 1620 സ്ക്വയർ ഫീറ്റ്, 1890 സ്ക്വയർ ഫീറ്റും. 3 ബെഡ്റൂമിൻ്റെയും 4 ബെഡ്റൂമിൻ്റെയും വീട് അവൈലബിൾ ആണ്. 3 ബെഡ്റൂമിൻ്റെ വീടിന് ചോദിക്കുന്നത് 70 ലക്ഷം രൂപയും 4 ബെഡ്റൂമിൻ്റെ വീടിന് ചോദിക്കുന്നത് 78 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. ഇനി 4 വില്ലാസാണ് ഈ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വില്ലാസ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി, കിഴക്കമ്പലം പഞ്ചായത്തിൽ പുക്കാട്ടുപടി മലയിടം ദൂരത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിൽ നിന്നും 300 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. ഈ പ്രോപ്പർട്ടി കാണുവാനും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, നമ്പറുമായി ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെ ഈ പ്രോപ്പർട്ടി കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്